യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 22-ാമത് വാക്യത്തിൽ ദുഷ്ടൻ്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തൻ്റെ പാപപാശങ്ങളാൽ അവൻ പിടിപ്പെടും എന്നുള്ള വചനമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിനകത്ത് തിന്മ പ്രവർത്തിച്ചുകൊണ്ട്, ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നു എങ്കിൽ കാലാകാലങ്ങളിൽ നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണം നമ്മെ വിധിക്കുകയും നമ്മെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മെ പിടിക്കുമെന്ന് നമ്മെ ഒന്ന് ഓർപ്പിക്കുക തന്നെയാണ്. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് 7-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ യോശുവ ജനത്തോട് ചോദിക്കുന്നതായൊരു ചോദ്യമുണ്ട്. ആരാണ് അകൃത്യം ചെയ്തിരിക്കുന്നത്, ദുഷ്ടത ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദുഷ്ടത ചെയ്തവരായി മുൻപിലേക്ക് വരുവാനായിട്ട് ആരുമില്ലാതിരിക്കുമ്പോൾ യോശുവ യഹോവയോട് അതിനുള്ളതായി മാർഗം ചോദിക്കുമ്പോൾ തിന്മ പ്രവർത്തിച്ചത് ആരാണെന്ന് ഞാൻ നിന്റെ മുൻപിൽ ബോധ്യപ്പെടുത്തുകയും അവൻ പിടിക്കപ്പെടുകയും ചെയ്യാൻ പോകുകയാണ് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട് അവിടെ ഓർപ്പിക്കുന്നത്. ആ തലത്തിൽ യോശുവ പ്രവർത്തിക്കുമ്പോൾ കർമ്മിയുടെ മകനായ ആഹാൻ പിടിക്കപ്പെട്ടു എന്നാണ് 18-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. തിന്മ ചെയ്ത, അകൃത്യം പ്രവർത്തിച്ച, ദുഷ്ടത പ്രവർത്തിച്ച ആഹാൻ പിടിക്കപ്പെട്ടു. എന്നാൽ യോശുവ ആഹാനോട് ഓർമ്മപ്പെടുത്തുന്നത് യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, നീ എന്തു ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. നോക്കൂ, അകൃത്യം ചെയ്ത ആഹാന് ഒളിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. സമൂഹത്തിൻ്റെ മുൻപിൽ അവൻ പിടിക്കപ്പെട്ടു എങ്കിലും ആ കുറ്റം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ, ഏറ്റുപറഞ്ഞ് തെറ്റംഗീകരിക്കാമെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കുമെന്ന് നിന്നോട് ഓർമ്മപ്പെടുത്തുകയല്ലേ. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത തിന്മ പ്രവർത്തിച്ച ദാവീദ് ഒന്നും അറിയാത്തവനെ പോലെ സുഖമായി നിൽക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ തൻ്റെ മുമ്പിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ ദാവീദ് രാജാവ് ചെയ്തതായ അകൃത്യം കൃത്യമായ തലത്തിൽ പിടിക്കപ്പെട്ടിട്ട് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, നീ ആണ് ആ പ്രതി, നീ കുറ്റം ചെയ്തിരിക്കുന്നു, നീ അകൃത്യം ചെയ്തിരിക്കുന്നു, ഈ തെറ്റ് ചെയ്തിട്ടുള്ളത് നീ തന്നെയാണ് എന്ന് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ദാവീദും അവിടെ ചെയ്തത് എന്താണ്? ദാവീദിനറിയാമായിരുന്നു, ഞാൻ അകൃത്യം ചെയ്തിരിക്കുന്നു, ഞാൻ ദൈവസന്നിധിയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഏറ്റുപറഞ്ഞാൽ ദൈവം എന്നോട് ക്ഷമിക്കുമെന്നറിയാവുന്ന ദാവീദ് ദൈവത്തിൻ്റെ മുൻപിൽ ആഴമായി ഏറ്റുപറയുകയും ദൈവം അവനോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇന്ന്
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, അകൃത്യം അത് ദൈവം ശിക്ഷിക്കുന്നതാണ്. ദൈവം അകൃത്യം ചെയ്തവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തമായി വെളിപ്പെടുത്തി പിടിക്കപ്പെട്ട് നിർത്തുന്നൊരു സമയമുണ്ടാകും. ആയതുകൊണ്ട് നാം പിടിക്കപ്പെടുന്നതിന് മുൻപ് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. പിടിക്കപ്പെട്ടാലും നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം കരുണ തരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ നിലയിൽ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ അകൃത്യത്തിൽ ഞങ്ങൾ തുടരുന്നവരായിട്ടല്ല, ഞങ്ങളുടെ തെറ്റുകൾ പിടിക്കപ്പെട്ടിട്ട് നാളുകളിൽ ഞങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിതരായിത്തീരുമെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ അകൃത്യങ്ങൾ വിട്ട് ജീവിപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.